BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പറുകൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിൽ നടന്ന വ്യാപം അഴിമതി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മഹാരാഷ്ട്രയിൽ നടന്ന ചോദ്യപേപ്പർ ലീക്കുകൾ അതിനൊരു ഉദാഹരണമാണ്. മണിക്കൂറുകൾക്കിപ്പുറം അതേ നാണംകെട്ട ഗവൺമെന്റ് നെറ്റ് പരീക്ഷയും റദ്ദാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലെല്ലാം BJPയുടെയും ഭരണകക്ഷിയുടെയും കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അനർഹരായ ആളുകൾ ജയിക്കുന്നു, അർഹതപ്പെട്ടവർ തടയപ്പെടുന്നു. ഈ വൻതോതിൽ നടന്ന അഴിമതി അന്വേഷിക്കണം. നമസ്കാരം. നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെമ്പാടും തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ KSUവും തലസ്ഥാനത്ത് രാജ്ഭവൻ മാർച്ച് നടത്തുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഒരു യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥനെ കൂട്ടുകാരനായാലും ശരി തന്നെ, അമ്മാവനായാലും ശരി തന്നെ, യൂണിഫോം വയ്ക്കുമ്പം പിന്നെ അല്ല 6 മാസമാണ്. വിദ്യാർത്ഥികളോട് മാപ്പ് പറയൂ. വിദ്യാർത്ഥികളെ സംവിധാനത്തിന്റെ സുതാര്യതയും അട്ടിമറിച്ചുകൊണ്ട് വിൽപ്പന ചരക്കാക്കി വിദ്യാഭ്യാസ മേഖലയെ മാറ്റി നീറ്റ് പരീക്ഷ അട്ടിമറിച്ചു. നിങ്ങൾ കണ്ടതാണ്, നമ്മളെല്ലാവരും വാർത്തകളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രവിച്ചതാണ്. ലേലം വിളിച്ചിട്ടാണ് ചോദ്യപേപ്പർ വിറ്റത്. കാശിന്റെ കനം നോക്കി, നോട്ടുകെട്ടിന്റെ തൂക്കം നോക്കി ഈ രാജ്യത്തിനകത്ത് ഒരു പരീക്ഷാ സംവിധാനം അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്ര കണ്ട് അധപ്പതിച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവിടം കൊണ്ട് തീരുന്നില്ല.
ഇന്നലെ പുറത്തു വന്നത് നെറ്റ് പരീക്ഷ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന യോഗ്യതകളിലൊന്നായി, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കാനുള്ള യോഗ്യതയായി ഈ രാജ്യത്തെ കഴിവുള്ള വിദ്യാർത്ഥി തലമുറയെ ഉയർത്തിയെടുക്കുന്നതിന്, അവരെ പരിവപ്പെടുന്നതിന് വേണ്ടി, അവരെ ഈ രാജ്യത്തിന് വേണ്ടി വാർത്തെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടേണ്ടി വരുന്ന നെറ്റ് പരീക്ഷ ഉൾപ്പെടെ എഴുതുന്ന ആളുകൾ അത് ചോദ്യപേപ്പർ ചോർത്തി അതും വിൽപ്പന ചരക്കാക്കി ഈ രാജ്യം മുഴുവൻ വിറ്റു തുലച്ചതുപോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും സ്വകാര്യവൽക്കരിച്ചതുപോലെ കോർപ്പറേറ്റുകൾക്ക്, കുത്തക മുതലാളിമാർക്ക് ഈ രാജ്യത്തെ മുഴുവൻ സമ്പ്രദായത്തെയും വിറ്റു തുലച്ചതിന് സമാനമായി തന്നെ ഏറ്റവും ഒടുവിലിതാ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും ഇവർ കച്ചവടം ചെയ്തിരിക്കുന്നു. സ്വകാര്യ കുത്തക ഏജൻസികൾക്ക് വിറ്റു തുലക്കുന്നതിന്, അവർക്ക് കച്ചവടം ചെയ്യുന്നതിന്, അവർക്ക് മാഫിയ പ്രവർത്തനം നടത്തുന്നതിന് നോട്ട് കെട്ടുകളുടെ കൂമ്പാരം നോക്കി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന രീതിയിലേക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം. മറ്റൊരു വശത്ത് ഒരു തരത്തിലുള്ള അന്വേഷണവുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം NSU കമ്മിറ്റി ഉൾപ്പെടെ, പ്രിയങ്കനായ NSU ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെ, കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ അതിശക്തമായി ഉയർത്തി മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പുച്ഛത്തോടുകൂടി ആ ആരോപണങ്ങളെ ധിക്കാരത്തോടുകൂടി നേരിട്ട കേന്ദ്ര ഗവൺമെന്റിന്, കേന്ദ്രമന്ത്രിക്ക് ഒടുവിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇതാ ഇങ്ങനെ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു, ഇങ്ങനെ ഒരു തട്ടിപ്പ് ഈ പരീക്ഷകളുടെ മറവിൽ നടന്നിരിക്കുന്നു. അത് തിരുത്തുമെന്ന് പറയേണ്ടുന്ന ദയനീയമായ സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ പരീക്ഷ നടത്തിപ്പോയി. നെറ്റ് പരീക്ഷയുടെ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കരുതി ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും. ഇനി അത് ആവർത്തിക്കില്ല എന്ന് ദിവസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല. മണിക്കൂറുകൾക്കിപ്പുറം അതേ നാണം കെട്ട ഗവൺമെന്റ് നെറ്റ് പരീക്ഷയും റദ്ദാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഈ സമരത്തിരുവെന്ന് പറയുന്ന ഐതിഹാസിക സമരത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിയ മുൻ NSU പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവും നമ്മുടെ എല്ലാം ആരാധനായ വിദ്യാർത്ഥി വിഷയങ്ങളിൽ എന്നും നിലകൊണ്ടിട്ടുള്ള നമ്മുടെ നിലപാടുള്ള നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ, ഏറെ ബഹുമാനായ KSUവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാർ അരുൺ രാജേന്ദ്രൻ ഷമ്മാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ സനോജ്, നിതിൻ മണക്കാട്ടുമണലാട്, സിംജോ സാമുൽ അടക്കമുള്ള ഏറ്റവും ബഹുമാനായ KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളെ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് GS ഗോപു നീയറടക്കം സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഇവിടെ കടന്നുവന്നതിനെ പറ്റി വളരെ വ്യക്തമായി തന്നെ ആമുഖ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, രാജ്യവ്യാപകമായി ഇന്ന് KSUവിന്റെയും NSUവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സമരവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ അടക്കമുള്ള പ്രവർത്തകർ ഇന്ന് രാജ്യവ്യാപകമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം NDA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ഇന്ന് ഒരു വലിയ അഴിമതിക്ക് കൂട്ടുവന്നിരിക്കുകയാണ്. അവരുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർത്തമാന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ നീറ്റ് എന്ന് പറയുന്ന 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ തകർത്തുകൊണ്ട് 67 പേർക്ക് തന്നെ 1-ാം റാങ്ക് കൊടുത്തുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന തരത്തിലേക്ക്, ആർഡി മാർക്ക് എന്ന് പറയുന്ന തരത്തിലേക്ക്, കേട്ടുകേൾവില്ലാത്ത തരത്തിലേക്കുള്ള സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ടെലിഗ്രാം അടക്കമുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇതിന്റെ ചോദ്യപേപ്പർ മുൻപായി ചോരുന്ന തരത്തിലേക്കുള്ള ഗൗരവകരമായ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതിനെ തുടർന്നുള്ള സമരങ്ങളുമായി ഈ രാജ്യമൊട്ടാകെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോൾ അതിന്റെ ചൂടാറി തണുക്കും മുമ്പ് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഞെട്ടിക്കുന്ന വാർത്ത, ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്ന നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ എക്സാമും ഇവിടെ റദ്ദാക്കിയിരിക്കുകയാണ്. അതിന്റെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്ന വളരെ ഗൗരവകരമായ ഒരു ആരോപണം കൂടി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. പ്രിയങ്കരനായ KSU പ്രസിഡന്റ് ശ്രീ അലോഷി, മറ്റ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്തുടനീളം നീറ്റ് പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ, അതോടൊപ്പം തന്നെ നെറ്റിന് വേണ്ടി പരീക്ഷ എഴുതിയ ആളുകൾക്കുണ്ടായ ദുരനുഭവം, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൻപിച്ച പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച വിശദമായൊരു പത്രസമ്മേളനം ഡൽഹിയിൽ നടത്തുകയുണ്ടായി. നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം
വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷയുടെ സാങ്ക്ടിറ്റി, പവിത്രത പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പറുകൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിൽ നടന്ന വ്യാപം അഴിമതി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മഹാരാഷ്ട്രയിൽ നടന്ന ചോദ്യപേപ്പർ ലീക്കുകൾ അതിനൊരു ഉദാഹരണമാണ്. ഇന്ന് നീറ്റ് പരീക്ഷ എഴുതിയ 61 പേർക്കാണ് 1ാം റാങ്ക് നൽകിയത്. വ്യാപകമായ അഴിമതിയാണ്. ചോദ്യപേപ്പറിൽ നേരത്തെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. മാർക്കിടുന്ന കാര്യത്തിൽ വ്യാപകമായ വിവേചനമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുകൾ തോന്നിയതുപോലെ നൽകുന്നു. ഇങ്ങനെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത മുഴുവൻ തകർന്നിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇതിന് ഉത്തരം പറയണ്ടേ? കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഇതിന് മറുപടി പറയണ്ടേ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വളരെയേറെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് പരീക്ഷയെപ്പറ്റി ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് നീറ്റ് പരീക്ഷയിൽ ഒരു വിശ്വാസമില്ലാതായിരിക്കുന്നു. കുട്ടികൾ പരക്കം പായുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസുണ്ട്. അതിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്നലെ നെറ്റ് എഴുതിയ അധ്യാപകരാകാൻ യോഗ്യതയുള്ളവർക്ക് ഉള്ള നെറ്റ് പരീക്ഷയിലും വ്യാപകമായ ക്രമക്കേടുണ്ടായിരിക്കുന്നു. അത് റദ്ദ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം BJPയുടെയും ഭരണകക്ഷിയുടെയും കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരീക്ഷാ പേപ്പറുകൾ ചോദ്യപേപ്പറുകൾ ചോരുന്നതും പരീക്ഷയിലെ ക്രമക്കേടുകളും അവസാനിപ്പിക്കുമെന്ന്. ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നടപടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നു. അനർഹരായ ആളുകൾ ജയിക്കുന്നു. അർഹതപ്പെട്ടവർ തഴയപ്പെടുന്നു. ഈ വൻതോതിൽ നടന്ന അഴിമതി അന്വേഷിക്കണം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത് ചെയ്ത ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം. അങ്ങനെ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. 24-ാം തീയതി പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ പാർലമെൻറ്റിനകത്ത് കോൺഗ്രസ് പാർട്ടി ഈ വിഷയം ഉന്നയിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പവിത്രത പരിപൂർണമായി നഷ്ടപ്പെടുത്തുന്ന, പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് വിശ്വാസമില്ലാതാകുന്ന ഈ നടപടിയാണ് ഇവിടെ അവസാനിപ്പിക്കേണ്ടത്. ഇവിടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ യദു ചൂണ്ടിക്കാണിച്ച പോലെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. ചോദ്യപേപ്പറുകൾ ലീക്ക് ചെയ്യുകയും ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും മാത്രം ചോദ്യപേപ്പറുകൾ നൽകുകയും ചെയ്യുന്ന ഈ നടപടിക്കെതിരായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണ ഞാൻ നൽകുന്നു.
വലിയ പ്രതിരോധം ആ പാർലമെന്റിനെ വളയ്ക്കുന്നതിനുള്ള പ്രവർത്തനമായി NSU ദേശീയ ആ NSU ദേശീയ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ സമരം ഇന്ന് തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ ഈ സമരം 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും 14 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ജില്ലാ കോൺഗ്രസുകളെ പരിപാടികൾ നാളെ ഉണ്ടായിരിക്കുന്നതാണ്.